നിരവധി ഇന്നലെ പത്രത്തിലൊരു വാർത്ത വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം ED-യുടെ അന്വേഷണം ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്, ഇതുപോലൊരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ED-യും മറ്റുള്ള ഏജൻസികളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ആ ED-യുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അവസാന ഭാഗത്ത്, അവസാന പാരഗ്രാഫിൽ ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന് തന്ത്രി പറഞ്ഞു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന്. എനിക്കറിയത്തില്ല, തന്ത്രി അതൊരിക്കലും പറയത്തില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് കാശ് ഇട്ടിട്ടില്ല, ഇടാത്ത ഒരാളങ്ങനെ പറയത്തില്ല. അപ്പോൾ ഈ വാർത്ത എങ്ങനെ വന്നു? എൻ്റെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് എന്നുള്ളത് എങ്ങനെ വന്നു? മറ്റൊരു കാര്യം, ഞങ്ങൾ അന്വേഷണം 2024 മെയ് മാസം 7-ാം തീയതി മുതൽ ഞങ്ങൾ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവുകളിലെല്ലാം തന്നെ കേരളത്തിലെ പോലീസ് അതോറിറ്റീസ്, ക്രൈംബ്രാഞ്ച് അതോറിറ്റീസ്, ഇവരെല്ലാവരും ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിലെയും എല്ലാ രേഖകളും വിശദമായി അവർ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ 100% ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു എൻട്രി കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനോടകമായിട്ട് പറയുമായിരുന്നല്ലോ. ഇപ്പോൾ തന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതെന്നാണ്? വന്നിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ അവരൊക്കെ 3 മാസം കഴിഞ്ഞപ്പോഴാണല്ലോ സ്വാഭാവിക ജാമ്യം ലഭിച്ച് അവരൊക്കെ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ 3 മാസം മുൻപ് നടന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കാശ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് വെളിയിൽ വരുന്നത് ഈ പറഞ്ഞ 2-2.5 മാസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അവർ കണ്ടെത്തിയില്ലേ? പിന്നെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് SIT ഉണ്ടല്ലോ. SIT ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നവരല്ലേ. അവർ നാളെ വരെ ഞങ്ങളോട് അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഒരു ഓഫീസിലും അവർ വരികയോ പോവുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുക? തന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രി ആ രേഖകൾ കാണിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ രേഖകൾ തന്ത്രി കാണിക്കട്ടെ. ഈ നമ്മൾ പറയുമല്ലോ, ഈ മറ്റേ എന്താ പറയുന്നത്, ആകാശത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തന്ത്രി അങ്ങനെ പറഞ്ഞു കാണാൻ വഴിയില്ല. കാരണം അങ്ങനെ ഇല്ലല്ലോ. 2, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഞാനും തന്ത്രിയും തമ്മിൽ ഈ പ്രായത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്, എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ എനിക്കറിയാം. ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പ്രായത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ആരുമായിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഉദയഭാനുവാണ്. അതെ, ഞാൻ ജില്ലാ പ്രസിഡൻറ്റുമായിരുന്നു. അതിനുശേഷം ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷററുമായിരുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഉദയഭാനു ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദയഭാനു ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ജോസ് കെ മാണി ഇങ്ങനെയുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. അതെ, നല്ല അടുപ്പമായിരുന്നു എന്നല്ല, ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്. അതാ പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഈ ആരോപണം ഉദയഭാനു ഉന്നയിച്ചതിന് ശേഷം ഞാൻ ഉദയഭാനുവിനെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. കാരണം ഞാൻ അന്നൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഉണ്ടല്ലോ, പലവിധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ അങ്ങ് വന്നു പോകുമായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ED-യുടെ അന്വേഷണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, ഒരു ഒറ്റ വാക്ക്, തന്ത്രി പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഈ പത്രക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എവിടെ നിന്ന് കിട്ടി? അതിന് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അത് ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ
അതായത് എൻ്റെ വീട്ടിൽ, എൻ്റെ ഓഫീസിൽ, ഇദ്ദേഹം ഏബ്രഹാം ഫിലിപ്പ് ജനറൽ മാനേജർ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതേ സമയത്ത് തന്നെ അന്വേഷണം നടന്നു. അങ്ങനെ 4-5 സ്ഥലങ്ങളിൽ അന്വേഷണം നടന്നു. ഇവിടെ എല്ലാവരും ഈ ED ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ തമ്മിൽ പരസ്പരമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. ആ സമയത്ത് തന്നെ ഇവരോട് എല്ലാവരോടും ചോദിച്ചു. ഞങ്ങളുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ നമ്മൾ രേഖകൾ എടുക്കുന്നുണ്ട്. ഈ 2.5 കോടി രൂപയുടെ കാര്യം അവർ ചോദിച്ചു. ഞങ്ങളെല്ലാവരും പരസ്പര ഇടപെടലില്ലാതെ തന്നെ അങ്ങനെ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു. രേഖകൾ അവർ നോക്കി. ഇനി അവർക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല.